നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് വെട്ടത്ത് കവലയിലാണ്. എൻ്റെ തൊട്ട് പുറകെ കാണുന്ന ഹൈമാസ് ലൈറ്റിൻ്റെ ഉദ്ഘാടനമാണ് ഇന്ന്. ബഹുമാനപ്പെട്ട കോട്ടയം MP ഫ്രാൻസിസ് ജോർജാണ് നിർവഹിക്കുന്നത്. നമുക്ക് അതിൻ്റെ ദൃശ്യങ്ങളിലേക്ക് ഒന്ന് പോകാം. പ്രിയമുള്ള നാട്ടുകാരെ, സുഹൃത്തുക്കളെ, നമ്മുടെ ബഹുമാന്യായ MP ഫ്രാൻസിസ് ജോർജിന്റെ പ്രാദേശിക ഫണ്ടിൽ നിന്ന് അനുവദിച്ചിരിക്കുന്ന ഹൈമാക്സ് ലൈറ്റിന്റെ ഉദ്ഘാടനമാണ് ഇവിടെ നടക്കുന്നത്. നമ്മുടെ ഈ ഹൈമാക്സ് ലൈറ്റിന്റെ ഉദ്ഘാടനത്തിന് കൃത്യസമയത്ത് കടന്നു വന്ന നമ്മുടെ ബഹുമാന്യായ MP, അതുപോലെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാബു ഉദുപറമ്പിൽ, വൈസ് പ്രസിഡന്റ്, മറ്റുള്ള എല്ലാവരെയും ഒറ്റ വാക്കിൽ സ്വാഗതം രേഖപ്പെടുത്തിക്കൊള്ളാണ്. ഈ ഉദ്ഘാടനത്തിന് വേണ്ടി ബഹുമാന്യായ MP ഫ്രാൻസിസ് ജോർജ് MPയെ ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയമുള്ള കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് ശ്രീ സാം കെ വർക്കി, പ്രിയപ്പെട്ട ബ്ലോക്ക് മെമ്പർ ജിനു, പ്രിയങ്കര മുൻ മെമ്പർ ശ്രീ ജോബി, അതുപോലെ പഞ്ചായത്ത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, മറ്റ് ബഹുമാനരായ നേതാക്കളെ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഇവിടെ ഇങ്ങനെയൊരു ഹൈമാസ് ലൈറ്റ് സ്ഥാപിക്കണമെന്നുള്ള ആവശ്യം ലോമാസ്റ്റാണ് അല്ലേ, ഹൈമാസ്റ്റല്ല. പ്രിയപ്പെട്ട സാമും അതുപോലെ ജോബിയും ജിനുമൊക്കെ വളരെ താല്പര്യപൂർവ്വം എന്നോട് ആവശ്യപ്പെടുകയുണ്ടായി. അതനുസരിച്ചാണ് നമ്മൾ ഈ ഫണ്ട് അനുവദിച്ചത്. എത്രയും വേഗം പ്രാവർത്തികമാക്കിയത് നിങ്ങൾ എല്ലാവരെയും പ്രത്യേകമായിട്ട് അനുവദിക്കുന്നു. നാട്ടിൽ നമുക്ക് വെളിച്ചം ഉണ്ടാകണം. വെളിച്ചമാണ് നമുക്ക് എല്ലാവർക്കും ആവശ്യം. ആ വെളിച്ചം എന്നുള്ളത് നമ്മുടെ സമൂഹത്തിൽ നന്മയുടെ പ്രതീകമാണ്. വെളിച്ചം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എല്ലാവർക്കും ഗുണകരമായ കാര്യമാണ്. അപ്പം അങ്ങനെ ഒരു ചെറിയ കാര്യം നിങ്ങളെല്ലാവരും ചേർന്ന് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട്. വൻകാര്യമൊന്നുമല്ല, ചെറുതാണ്. തീർച്ചയായിട്ടും വളരെ സന്തോഷം. നാട്ടുകാരുടെ സന്തോഷത്തിൽ പങ്കുചേരുന്നു. പ്രിയങ്കരനായ ചാണ്ടിയുമ്മൻ സാധ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്യണം എന്നാണ് എന്നോട് അദ്ദേഹം എപ്പോഴും ആവശ്യപ്പെടാറുള്ളത്. പ്രത്യേകിച്ച് വലിയ ഡിമാൻഡൊന്നും പറയാറില്ല, എങ്കിലും അദ്ദേഹം പറയും ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കണം എന്ന് പറയാറുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തെയും പ്രത്യേകം സ്മരിക്കുന്നു. എല്ലാവർക്കും ഇവിടെ ഇതൊരു ചെറിയ ഓട്ടോറിക്ഷ സ്റ്റാൻഡ് കൂടിയാണ്. രാത്രിയാകുമ്പോൾ എല്ലാവർക്കും ഇത് പ്രയോജനപ്പെടും. അപ്പോൾ അതിൻ്റെ പ്രയോജനം ഈ നാട്ടിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ലോമാസ് ലൈറ്റിൻ്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം വളരെ സന്തോഷത്തോടെ നിർവഹിച്ച് അറിയിക്കുന്നു. എനിക്ക് വൈകിട്ട് ഇതിലേക്ക് പോകണം. നാളെ പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് 2ാം പകുതി ആരംഭിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് കൃത്യസമയത്ത് പോകണം. അതുകൊണ്ടാണ് ഞാൻ തിരക്കുപിടിക്കുന്നത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി അനുമോദനങ്ങളും സ്നേഹവും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം. ഒരു വാക്ക് സംസാരിക്കുന്ന പഞ്ചായത്ത് വെട്ടത്ത് കവലയിൽ ഇന്ന് പ്രകാശം ചൊരിയുന്ന ഈ മിനി മാസ് ലൈറ്റിന്റെ നിർമ്മാണത്തിന് വേണ്ടി സഹായിച്ച നമ്മുടെ പ്രിയപ്പെട്ട MP പ്രിയങ്കരനായ ഫ്രാൻസിസ് ജോർജ്, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് സാം കെ വർക്കി, വൈസ് പ്രസിഡന്റ് ഗീത ഷിജു, റജിമോൻ ജോസഫ്, മോഹൻദാസ്, തോമസ് അറിയാൻ, മറ്റ് സഹപ്രവർത്തകരുടെ സുഹൃത്തുക്കളെ, ഇവിടെ MP സൂചിപ്പിച്ചതുപോലെ പ്രാദേശിക വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി വെട്ടത്ത് കവലയിലെ സാധാരണ ജനങ്ങൾക്ക് പ്രയോജനമാകുന്ന രീതിയിൽ ഇവിടെ ഒരു മിനി മാസ് ലൈറ്റ് സ്ഥാപിക്കാൻ ഈ ദേശത്തെ ജനപ്രതിനിധികളും കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കളും അദ്ദേഹത്തോട് നിവേദനം നൽകി. ആ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ഒരു മിനി മാസ് ലൈറ്റ് സ്ഥാപിക്കാൻ അവസരമൊരുക്കിയ പ്രിയങ്കരനായ MP ഫ്രാൻസിസ് ജോർജിനോട് പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിനുള്ള നന്ദിയും കടപ്പാടും ഈ അവസരത്തിൽ അറിയിക്കുക. ഇതിന് നന്ദി പറഞ്ഞതിന് വേണ്ടി ബാങ്കിന്റെ വൈസ് പ്രസിഡന്റ് മോഹൻദാസ്. വളരെ ബഹുമാന്യനായ യോഗാധ്യക്ഷൻ, കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ്, പഞ്ചായത്ത് അംഗവുമായ ശ്രീ സാം കെ വർക്കി, നമുക്ക് പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് ഈ ഹൈമാസ് ലൈറ്റ് നൽകിയ അഡ്വക്കേറ്റ് കെ ഫ്രാൻസിസ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ സാബു ഉദുപറമ്പൻ, മുൻ മെമ്പർ ശ്രീ ജോബി, തോമസ്, മറ്റ് നാട്ടുകാരെ, സുഹൃത്തുക്കളെ, നമുക്കറിയാം ഇവിടെ ഈ ഒരു വെളിച്ചം
ഈ ഭാഗത്ത് ചെറിയ ലൈറ്റുകളുടെ ഒരു വെളിച്ചമേ ഉണ്ടായിരുന്നുള്ളൂ. അതിന് നല്ല ഉതകത്തക്ക രീതിയിൽ നല്ലൊരു സമ്പ്രദായം നമുക്ക് ഒരുക്കി തന്ന വളരെ ബഹുമാന്യനായ നമ്മുടെ ഫ്രാൻസിസ് ജോർജ് എംപിക്ക് എല്ലാ നന്ദിയും രേഖപ്പെടുത്തുന്നു. മറ്റേ ഈ യോഗത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും എല്ലാ നന്ദിയും രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഉദ്ഘാടനത്തിലൂടെ ബഹുമാനായ എം പിയെ ക്ഷണിച്ചുകൊള്ളുന്നു. ഞാനിപ്പോൾ നിൽക്കുന്ന കാഞ്ഞിരത്തുമൂട്ടിലാണ്. നമ്മുടെ രണ്ടാമത്തെ മിനി ഹൈമാസ് ലൈറ്റിൻ്റെ ഉദ്ഘാടനം ഇവിടെ വെച്ചാണ്. നമുക്ക് അതിൻ്റെ ദൃശ്യങ്ങളിലേക്കൊന്ന് പോകാം. കാഞ്ഞിരത്തുമൂട് കവലയിലും അതുപോലെ പെട്ടത്ത് കവലയിലും പ്രിയപ്പെട്ട എം പി 2 മിനിമാസ് ലൈറ്റുകളാണ് നൽകിയിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ട് അതിന്റെ ഔദ്യോഗികമായ ഉദ്ഘാടനമാണ് ബഹുമാനപ്പെട്ട എം പി ഇപ്പോൾ നിർവഹിക്കുന്നത്. നമുക്കറിയാം, പ്രിയപ്പെട്ട ഫ്രാൻസിസ് ജോർജ് എം പി നമ്മുടെ കൂട്ടത്തിലെ എം പിയെ കണ്ടുവന്നതിന് ശേഷം നമ്മുടെ എല്ലാ കാര്യങ്ങളിലും നമ്മളോടൊപ്പം തന്നെ നിന്ന് പ്രവർത്തിച്ച് നമുക്ക് വേണ്ട സഹായങ്ങളെല്ലാം ചെയ്യുന്നതിനും നമുക്കറിയാം, നമ്മുടെ നാട്ടിലെ പ്രധാന വിഷയങ്ങളായ റോഡ്, ഹൈവേ ആണെങ്കിലും നല്ല ദൂര റോഡുകളൊക്കെ ആണെങ്കിലും അതിനായി എല്ലാം കൃത്യമായി പഠിച്ച് ആ രീതിയിലേക്ക് അദ്ദേഹം കാര്യങ്ങൾ ചെയ്തു വരികയാണ്. പുതുപ്പള്ളിയിലൂടെ ഒരു ഹൈവേ കടന്നു വരും എന്നുള്ള വിശ്വാസത്തിലാണ് ഞങ്ങളും. എന്നാൽ മാത്രമേ പുതുപ്പള്ളിക്ക് നല്ലൊരു വികസനം ഉണ്ടായുള്ളൂ. ബഹുമാനപ്പെട്ട എം പി ആ ഒരു കാര്യത്തിൽ ഒത്തിരി താല്പര്യം കാണിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഈ നാടിന് ഇത് നമ്മുടെ കാഞ്ഞിരത്തുമൂട് കവല എന്ന് പറയുന്നത് ധാരാളം പേര് ഒത്തുകൂടുന്ന ഒരു ഏരിയയാണ്. ഇവിടെ ലൈബ്രറി ഉണ്ട്, അതുപോലെ സ്കൂള്, ഇവിടെ കുരിശുംതൊട്ടി, ഇവിടെ പുതുപ്പള്ളിയുടെ നാസ ആരംഭിക്കുന്നതൊക്കെ ഇവിടുന്നാണ്. അപ്പോൾ അതുകൊണ്ട് ഇത്തരം ഒരു ലൈറ്റ് നമുക്ക് ഇവിടെ ഏറ്റവും ഗുണകരമാകും. ശരിക്കും പറഞ്ഞാൽ ഈ മരങ്ങൾ ഉണ്ടാകുന്ന ഇവിടെ വെട്ടം വഴി വരികയല്ലാതെ ഇന്നലെ നമ്മളതെല്ലാം വൃത്തിയാക്കി കൃത്യമായിട്ട് ഈ വെട്ടം വഴിയിലേക്ക് വർത്തക ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട എം പിയുടെ പ്രവർത്തനങ്ങൾ എല്ലാ രീതിയിലും വിലമതിക്കുന്നു. ധാരാളമായ കാര്യങ്ങൾ ഇനിയും നമ്മുടെ നാടിനെ ചെയ്യുവാൻ അദ്ദേഹം ഇടയാകട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഇന്നത്തെ ഈ മീറ്റിംഗിലേക്ക് കടന്നു വന്ന നമ്മുടെ പ്രിയപ്പെട്ട എം പി ഫ്രാൻസിസ് ജോർജിനെ എല്ലാ നാട്ടുകാരുടെയും പേരിൽ നമ്മുടെ ഈ നാടിന് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. അവർ കടന്നു വന്നിരിക്കുന്ന നമ്മുടെ എല്ലാ സഹപ്രവർത്തകരും എല്ലാ പ്രിയപ്പെട്ട നാട്ടുകാരെയും പഞ്ചായത്ത് പ്രസിഡന്റ് സാധിച്ചതടക്കമുള്ളവരെ എല്ലാവരെയും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. ബഹുമാനായ നമ്മുടെ എം പി പ്രിയപ്പെട്ട ഫ്രാൻസിസ് ജോർജ് അവர்கள், മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് സാം വർക്കി, പഞ്ചായത്തിന്റെ ബഹുമാനായ ജനപ്രതിനിധികളെ, പാർട്ടിയുടെയും സാമൂഹിക സാംസ്കാരിക സംഘടനകളുടെയും ബഹുമാനായ നേതാക്കളെ, പഞ്ചായത്ത് ജോലി അടക്കമുള്ള സഹപ്രവർത്തകരുടെ സുഹൃത്തുക്കളെ, പ്രിയങ്കരനായ യുവക്കപ്പോൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പുതുപ്പള്ളിയുടെ സമഗ്ര വികസനത്തിന് ഒരു എം പി എന്ന നിലയിൽ ഒട്ടനവധി കാര്യങ്ങൾ ചെയ്തുകൊണ്ടുള്ള മകൻ വ്യക്തിത്വത്തിന് ഉടമയാണ് പ്രിയപ്പെട്ട ഫ്രാൻസിസ് ജോർജ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. നമ്മുടെ തീരദേശ ഹൈവേ അത് ഇവിടെ സൂചിപ്പിച്ചു യുവക്കപ്പോൾ അത് ഈ പ്രദേശത്തിലൂടെ കടന്നു പോകുന്നതിന് വേണ്ടി അത്യന്തം ശ്രമിക്കുന്ന ഒരു മകൻ വ്യക്തിത്വത്തിന് ഉടമ കൂടിയായ എം പിയുടെ കൂടുതൽ പ്രവർത്തനം ഈ പുതുപ്പള്ളിയുടെ വികസനത്തിന് ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പ്രിയങ്കരനായ ഉമ്മൻചാണ്ടി സാറും അതോടൊപ്പം തന്നെ പ്രിയപുത്രൻ അദ്ദേഹം ചാന്തങ്ങളും അവരൊക്കെ നിർദ്ദേശിക്കുന്ന കാര്യങ്ങളും അവരുടെയൊക്കെ സ്മരണ നിലനിർത്തുന്നതിന് ആവശ്യമായ പ്രവർത്തനങ്ങളും ഗവൺമെന്റായ എംപിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് സൂചിപ്പിക്കുന്നു. കാഞ്ഞിരത്തുമൂട് ഇതുപോലെ ഒരു മിനി മാസ് ലൈറ്റ് സ്ഥാപിക്കുന്നതിന് വേണ്ടി ഇവിടുത്തെ പ്രാദേശിക നേതാക്കളെല്ലാം ഇടപെട്ടു. അവരുടെയൊക്കെ ശ്രമഫലമായി ഇന്നിവിടെ ഈ ലൈറ്റ് പ്രകാശിപ്പിക്കുകയാണ്. പഞ്ചായത്തിന്റെ പേരിൽ ബഹുമാനായ എംപിയോടും അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച മുഴുവൻ ജനപ്രതിനിധികളോടുമുള്ള നന്ദിയും കടപ്പാടും അറിയിക്കും. ഈ ഹൈമാക്സ് ലൈറ്റ് ഉദ്ഘാടനം ചെയ്തതിലൂടെ നമ്മുടെ ബഹുമാനായ എം പി ഫ്രാൻസിസ് ജോർജിനെ ക്ഷണിച്ചുള്ളൂ. പ്രിയമുള്ള മണ്ഡലം പ്രസിഡന്റ് ശ്രീ സാംഖ്യവർത്തി, പഞ്ചായത്ത് പ്രസിഡന്റ്, പഞ്ചായത്ത് അംഗങ്ങൾ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ,
ദീർഘമായിട്ടൊന്നും പറയാനില്ല. നിങ്ങളുടെ എല്ലാവരുടെയും സന്തോഷത്തിൽ ഞാൻ വളരെ സന്തോഷപൂർവ്വം പങ്കുചേരുന്നു. ഇവിടെ ഇങ്ങനെ ഒരു ലൈറ്റ് സ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ട് സാമും അതുപോലെ തന്നെ നമ്മുടെ ജനപ്രതിനിധികളും എല്ലാവരും വളരെ താല്പര്യപൂർവ്വം എന്നോട് പറഞ്ഞിരുന്നു. പ്രിയങ്കനായ MLA പ്രത്യേകം പറഞ്ഞിരുന്നു. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഈ ഒരു കവലയിൽ ജംഗ്ഷനിൽ ഇവിടെ പ്രധാനപ്പെട്ട ഒരു ജംഗ്ഷനാണ്. ഇവിടെ പറഞ്ഞു നമ്മുടെ കുരിശുപള്ളിയുണ്ട്, നമ്മുടെ ക്ലാസ് ആരംഭിക്കുന്ന ഇവിടെ നിന്നാണ് എന്നൊക്കെ പറയുണ്ടായി. അപ്പോൾ തീർച്ചയായിട്ടും രാത്രിയായാൽ നമുക്കെല്ലാവർക്കും നന്നായി വെളിച്ചം കാണാം. പ്രകാശമാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. ഇരുട്ടിനെ ആരും ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ നമുക്ക് പ്രകാശമാണ് എല്ലായിടത്തും വേണ്ടത്. നമ്മുടെ ജീവിതത്തിലും നമ്മുടെ സമൂഹത്തിലുമെല്ലാം പ്രകാശം പകരണം. അതാണ് സന്തോഷത്തിന്റെ സൂചകമാണ് പ്രകാശം. അപ്പോൾ ഈ ലൈറ്റ് നമ്മുടെ ഈ നാട്ടിൽ ജനങ്ങൾക്ക് അതുപോലെ തന്നെ മറ്റ് വിവിധ സ്ഥാപനങ്ങളൊക്കെ ഉള്ള ഈ പ്രദേശത്ത് ഏറ്റവും ഗുണകരമായി തീരട്ടെ എന്നാണ് എനിക്ക് ആശംസിക്കാനുള്ളത്. ചെറിയൊരു പ്രവർത്തനമാണ്, പക്ഷെ ചെറുതാണെങ്കിൽ ഞങ്ങൾ ജനപ്രതിനിധികൾ എല്ലാവരും കൂടി ഒരു കാര്യം ചെയ്യുമ്പോൾ നാടിനു വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷമുള്ളത്. ജനങ്ങൾ പ്രതീക്ഷിക്കുന്ന അതാണ്. ജനങ്ങളെ തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞാൽ ഇന്നിപ്പോൾ പുതിയ തെരഞ്ഞെടുപ്പ് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പുതിയ ജനപ്രതിനിധികൾ വന്നിരിക്കുന്നു. ജനങ്ങളോടുള്ള പ്രതീക്ഷയോടുകൂടിയാണ് എല്ലാവരെയും തെരഞ്ഞെടുത്തിട്ടുള്ളത്. ആ പ്രതീക്ഷ സഫലമാക്കാനുള്ള പ്രവർത്തനത്തിൽ ഞങ്ങളെല്ലാവരും MP എന്നുള്ള നിലയിൽ ഞാനും പ്രിയപ്പെട്ട ശാന്തിയും MLA എന്നുള്ള നിലയിലും ഞങ്ങളുടെ പ്രധാനപ്പെട്ട പഞ്ചായത്ത് ഓഫീസറോടും ജനപ്രതിനിധികളോടും അതുപോലെ നമ്മുടെ ഇവിടുത്തെ നമ്മുടെ എല്ലാ നേതാക്കന്മാരോടും ഒപ്പം നിന്ന് ആത്മാർത്ഥമായി പ്രവർത്തിക്കും എന്നാണ് എനിക്ക് അറിയിക്കാനുള്ളത്. നമ്മുടെ നാട്ടിൽ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലുള്ള നമ്മുടെ ഹൈവേയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനം തുടങ്ങി കേന്ദ്ര ഫണ്ട് ലഭ്യമാക്കി ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. എത്രയും വേഗം അതൊക്കെ സാധ്യതമാക്കാൻ കഴിയുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണം, പ്രോത്സാഹനം ഉണ്ടാകണം എന്ന് മാത്രം ഇനിയിപ്പോൾ അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ലോമാസ് ലൈറ്റിന്റെ ഔപചാരികമായിട്ട് ഉദ്ഘാടനം സന്തോഷപൂർവ്വം ഞാൻ നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ബഹുമാനപ്പെട്ട ഇന്ത്യയോട് ഒന്നേണ്ട കാര്യം കൂടെ പ്രധാനമായിട്ട് നമ്മുടെ തെങ്ങായിൽ നിന്ന് ആരംഭിച്ച് മണ്ണാട് അവസാനിക്കുന്ന ഈ റോഡ്, ഇതിന്റെ തെങ്ങായിൽ നിന്ന് ആരംഭിച്ച മണ്ണാട് അവസാനിക്കുന്ന ഈ റോഡാണ്. ഇത് നമ്മൾ ഇതുവരെ മെയിൻ്റെനൻസ് ഉണ്ടായിട്ടില്ല. അത് ഏതായാലും മുമ്പ് തെങ്ങൽ ഫണ്ട് കൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് മെയിൻ്റെനൻസ് പറ്റുമെന്നില്ല, നമുക്ക് നോക്കണം. അതുപോലെ തന്നെ പുതുപ്പള്ളി പഞ്ചായത്ത് അടുത്ത വികസനം എന്ന് പറയുന്നത് 5 വർഷത്തേക്കുള്ള മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയാണ്. അതിനും അപ്പം ഇന്ത്യക്ക് ചെയ്യാവുന്ന അത്രയും കാര്യങ്ങൾ പുതുപ്പള്ളി പഞ്ചായത്തിനെ പരിഗണിച്ച് നമ്മോടൊപ്പം നിന്ന് ചെയ്യാമെന്ന് മുഖ്യമാക്കിയിട്ടുണ്ട്. ഞാൻ ചെക്ക് ചെയ്തേ. ഇന്ന് യോഗത്തിന്റെ ബഹുമാന്യാധ്യക്ഷൻ നമുക്ക് ഈ ഹൈമാക്സ് ലൈറ്റ് ഇവിടെ അനുബന്ധിച്ചെന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട MP ശ്രീ ഫ്രാൻസിസ് ജോർജ്, ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ സാധു കുതിപ്പമ്പൻ, മണ്ഡലം പ്രസിഡന്റ് ശ്രീ ഫാമിലി വർക്കി, GUP പോലെ എല്ലാ മെമ്പർമാർക്കും ഇവിടെ നിന്ന് സഹകരിച്ച എല്ലാ ദേശവാസികൾക്കും ബഹുമാനപ്പെട്ട അടക്കം എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.